വീണ കരിമണൽ കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ ഒരു സേവനം കൊടുക്കാതെ വാങ്ങി എന്നുള്ളതിൻ്റെ രേഖകളും കരാറുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റെയ്ഡിൽ കണ്ടുപിടിച്ചതിലൂടെയാണ് ഈ കേസ് ഉത്ഭവിക്കുന്നത് ആണല്ലോ. അങ്ങനെയുള്ള ഒരു കേസിൽ അപ്പം ഇ ഡിക്ക് ഈ കേസിലേക്ക് വരാനുള്ള വാതായനം ആരാ തുറന്നു കൊടുത്തത് വിജയനും മകളും. കുറേ CPM ഗുണ്ടകൾ വന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാറിൻ്റെ ചില്ലും എല്ലാം അടിച്ച് പൊളിച്ചു എന്നുള്ളതല്ലാതെ എവിടെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM പരമോന്നത നേതാവിനെതിരെ ഇ ഡി നടത്തിയ കടന്നാക്രമണത്തിൽ ഞാനിപ്പോൾ ആധികാരികമായി മനസ്സിലാക്കിയത് ആഭ്യന്തര വകുപ്പിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് സ്വയം പറഞ്ഞാൽ വിശ്വസിക്കില്ല, സംസ്ഥാനത്താകെ 10 സ്ഥലങ്ങളിലാണ് പിന്നെ പ്രതിഷേധം ഉണ്ടായെന്ന്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. ഏറെക്കാലമായി അങ്ങുൾപ്പെടെയുള്ള കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ നിരന്തരം ചൂണ്ടിക്കാട്ടിയ, പ്രസംഗിച്ച, ആവർത്തിച്ച് വീഡിയോ അവതരണങ്ങൾ നടത്തിയ ഒരു കേസ്, മാസപ്പടി കേസ്. ആ കേസിലെ ഏറ്റവും നിർണായക രംഗത്തെത്തി നിൽക്കുകയാണ് കേരളം. അതിൻ്റെ സൂപ്പർ ക്ലൈമാക്സ്. വീണ വിജയന് ഇപ്പോൾ ഇ ഡി ഹാജരാകാനുള്ള നോട്ടീസ് നൽകിക്കഴിഞ്ഞു. കൊച്ചി ആസ്ഥാനത്തെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാവാനാണ് വീണയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അച്ഛൻ എന്ന നിലയിൽ പിണറായി ഈ ഒരു ചോദ്യം ചെയ്യലിനെ ഭയത്തോടെ കാണുന്നു. കാരണം വീണയെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇന്നലെ ഇ ഡിയെ ഭയപ്പെടുത്തി ഓടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അടപടലം തേഞ്ഞു. പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീടിന് ചുറ്റും നിരത്തിയ ഒരു 200-300 മണ്ടന്മാരെ തൂക്കിയെടുക്കാനുള്ള നീക്കങ്ങളുമായി DGPയും കേരള പോലീസും ഇറങ്ങിത്തിരിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശക്തമായ സമ്മർദ്ദം, ആഭ്യന്തരമന്ത്രിയുടെ ശക്തമായ ഇടപെടൽ. ഇനി ഒരു പ്രതിരോധം തീർക്കാൻ പാർട്ടി പ്രവർത്തകർ എത്തുമോ എന്ന ഭയം പിണറായിക്കുമുണ്ട്. ഇന്നലെ തനിക്ക് പ്രതിരോധവുമായി എത്തിയ പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് പിണറായി വിജയൻ ഇ ഡി ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ സ്വീകരിച്ചത്. ഇനി ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ശേഷം വീണ അറസ്റ്റിലായാൽ അതിനെ എങ്ങനെ ഈ പാർട്ടി പ്രതിരോധിക്കും? എന്തായിരിക്കും പിണറായിയുടെ അടുത്ത നടപടി? നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ പറയുകയാണെങ്കിൽ ഞാനൊരു 3-4 വർഷക്കാലമായി മാസപ്പടി കേസ് വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് വീണയെ പിന്നെ ഇ ഡി ചോദ്യം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊന്നും 2 ദിവസം വീഡിയോകളെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആമുഖമായി പറയാനുള്ളൊരു കാര്യം, ഈ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും ഒക്കെ ഒരു വലിപ്പമാണ് ഇവിടെ തെളിയുന്നത് എന്നതാണ്. ഇത് ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാനിതൊന്ന് പറഞ്ഞിരുന്നു. കാരണം പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴത് തന്നെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കണം, 2023 6-ാം മാസത്തിലാണ് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിൽ ഇവർ ഒരു സേവനവും കൊടുക്കാതെ 1,72,00,000 രൂപ വാങ്ങിയത് സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ വിവരം വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് അസന്നിഗ്ധമായിട്ടുള്ള ഒരു തെളിവായിരുന്നു. 2016-നും 2019-നും ഇടയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ 1,72,00,000 രൂപ ഇവർ വാങ്ങി എന്നുള്ളത് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ വന്നു. അത് കൃത്യമായിട്ടുള്ള തെളിവാണല്ലോ. 270 അപ്പം നമ്മൾ അന്ന് മുതലുള്ള കാര്യങ്ങളൊന്ന് തിരിഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞൊരു 3 വർഷക്കാലത്തിനിടയിൽ സർക്കാരിൻ്റെ ഏതാണ്ട് ഒരു 8 കോടി രൂപ ചെലവഴിച്ച് 4 ഹൈക്കോടതികളിൽ 8ഓളം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്നത്. 1.25 കോടി എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. അതാണ് ഔദ്യോഗികം. പക്ഷേ ഔദ്യോഗികം നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സർക്കാർ ചെലവഴിച്ച കാശ് മാത്രമാവണമെന്നില്ല. ഇപ്പം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ചെലവഴിച്ച പണമുണ്ട്. അത് നമുക്ക് ഭാഗ്യമായി വേണം സർക്കാരാണെന്ന് പറയാവുന്നതാണ്. കാരണം സർക്കാരിന് അതിനകത്ത് ഷെയർ ഉണ്ടല്ലോ. ഇപ്പോഴും ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് കൊടുത്ത കേസാണ്. ആ കേസ് 2 വർഷമായി ഏതാണ്ട് 25 തവണ മാറ്റിവെച്ച് ഇപ്പോൾ അതിൻ്റെ അവസാനത്തെ വാദം ജൂലൈയിലേക്ക് മറ്റോ മാറ്റിവെച്ചിരിക്കുകയാണ്.
ആ കേസ് വാദിക്കുന്ന കപിൽ സിബലിന് മാത്രം ഏതാണ്ട് ഒരു 1 കോടിയിൽ പരം രൂപ കൊടുത്തതായിട്ട് കേൾക്കുന്നുണ്ട്. മനസ്സിലായോ? 4 ഹൈക്കോടതികളിൽ ഈ കേസ് കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അതായത് കേരള ഹൈക്കോടതി, ബാംഗ്ലൂർ ഹൈക്കോടതി, ചെന്നൈ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി. അപ്പം വിജയൻ്റെ മകള് 1,72,00,000 രൂപ വാങ്ങി എന്നുള്ള അസന്നിഗ്ധമായിട്ടുള്ള തെളിവുണ്ടായിരുന്നിട്ടും ആ കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾ മരവിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 വർഷക്കാലമായി സർക്കാരിൻ്റെ കോടികൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഹൈക്കോടതികളിൽ നടത്തിക്കൊണ്ടിരുന്ന വലിയ ശ്രമങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. കാരണം CPM എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? CPM പിണറായി വിജയനും എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അഴിമതി നടത്തിയിട്ടില്ല, ഇത് കള്ളക്കേസാണ്. അപ്പോൾ ഉയർന്നു വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് കള്ളക്കേസാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര പണം മുടക്കി ഇത്ര കോടതികളിൽ ഇതിൻ്റെ തുടർ നടപടികൾ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്ന് മാത്രമല്ല, SFI ഇത് സംബന്ധിച്ച് അന്വേഷിച്ചു. ഷോൺ ജോർജ് ഇടപെട്ടതിനെ തുടർന്ന് SFI അന്വേഷിച്ചു. അവരതിനകത്തൊരു കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്ന സ്ഥിതി വന്നപ്പം അതിനെതിരെയും നിയമ നടപടികളിലേക്ക് പോയി. ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ ഈ ED ഇപ്പോൾ റെയ്ഡ് നടത്തിയത് തന്നെ ഒരു ഹൈക്കോടതി ഉത്തരവിനെ തുറന്നിട്ടാണ്. ആ ഹൈക്കോടതി ജഡ്ജി തന്നെ ഈ കേസ് ഏതാണ്ടൊരു 5-6 മാസങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ സ്റ്റേ ചെയ്ത ജഡ്ജാണ്. അപ്പോൾ ഈ കേസ് സ്റ്റേ ചെയ്ത ജഡ്ജി തന്നെ ഇപ്പം ആ സ്റ്റേ നീക്കിയിട്ട് FIR ഇട്ടില്ലെങ്കിലും കള്ളപ്പണ വെളുപ്പിക്കുന്ന PMLA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്താം, സമൻസ് അയക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് എടുത്തിരിക്കുകയാണ്. ഇവിടെ CPM ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഒന്ന്, പിണറായി വിജയൻ ഏറ്റവും ദുർബലനായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ റെയ്ഡിന് ED എത്തിയത്. 2 ദിവസം തുടർച്ചയായി അവധി. ഈ അവധി മുൻകൂട്ടി കേരള സർക്കാർ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. അവധിക്ക് തൊട്ട് തലേന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവിറക്കുന്നത്. പിന്നീട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ ഈ അവധി ദിവസങ്ങൾ കഴിയണം. ആ 2 ദിവസം പോലും കാത്തു നിൽക്കാതെ പിറ്റേന്ന് വെളുപ്പിന് 6 മണിക്ക് ഈ 12 ഇടങ്ങളിലേക്ക് പിണറായി വിജയനും മകനും മരുമകൻ്റെയും വീടുകളിലേക്ക് ED ഉദ്യോഗസ്ഥർ ഇരച്ചു കയറുന്നു. തൊട്ട് തലേന്ന് VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ ചതിവില്ലേ എന്നാണ് CPM ചോദിക്കുന്നത്. അതിനകത്ത് ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ VD മോഡി ഡീൽ എന്ന് ഉള്ള ഒരു വർത്തമാനമുണ്ടല്ലോ, അത് തീർത്തും അസംബന്ധമാണ് എന്നുള്ളതിന് എന്താണ് തെളിവ് വേണ്ടത്? അല്ല, 2. ഒന്ന്, ഈ അവധി പ്രഖ്യാപിക്കുന്നു, തലേന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നു, പിറ്റേന്ന് വെളുപ്പിന് 6 മണിക്ക് ED എത്തുന്നു. ഇതിൻ്റെ സീക്വൻസ് ഉണ്ട്. അല്ല, ആ സീക്വൻസ് വേണമെങ്കിൽ ആകസ്മികമായി ശരിയായി പോകാമെങ്കിൽ പോലും 2 ആഴ്ച മുമ്പ് ഷോൺ ജോർജ് പറയുന്നു EDയുടെ റെയ്ഡ് ഉണ്ടാകും, വീണ അറസ്റ്റിലാകും. ഇതൊക്കെ എങ്ങനെ ഷോൺ നേരത്തെ അല്ല, അതൊക്കെ ഷോൺ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഷോൺ പറഞ്ഞു എന്ന് പറയുന്നത് ഇത്ര കാര്യമായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് അസംബന്ധമായി തോന്നുന്നൊരു കാര്യം, VD സതീശൻ നരേന്ദ്രമോദിയെ കണ്ട് ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത്രയും പാപ്പരത്വം ഇത്രയും തകർന്നടിഞ്ഞല്ലോ CPM എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സതീശന് വലിയ ഇമേജായി. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്താണ്? കഴിഞ്ഞ 5 വർഷക്കാലമായി നടന്നുകൊണ്ടിരുന്നത് ഈ കേസുകളെല്ലാം മോഡിയുടെ അടുത്ത് ചെന്ന് പിണറായി വിജയൻ ഒരു ഡീല് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലെ ഈ കേസ് തന്നെ 25 തവണയായിട്ട് ആ കേസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസൊക്കെ ഏത് ഡീലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഈ മോദി സതീശൻ ഡീല് എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ് സ്വയമൻ, അതായത് ഈ EDക്ക് പിണറായി വിജയനോടുള്ള അല്ലെങ്കിൽ CPMനോടുള്ള നിലപാടിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയനെ തൊടാതിരുന്ന ED അല്ലെങ്കിൽ തൊടാതിരുന്ന മോദി ഗവൺമെൻറ്, ED എന്ന് പറയണ്ട. ഇപ്പോൾ ലാവ്ലിൻ കേസ് കഴിഞ്ഞ് 8 വർഷമായിട്ട് 2017 അപ്പീൽ സമർപ്പിച്ചത്. 2026 അത് വന്നിട്ടില്ല. ഏതാണ്ട് 50 തവണ അത് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ 1.5 വർഷമായി ബെഞ്ചിൻ്റെ മുന്നിൽ പോലും ആ കേസ് വന്നിട്ടില്ല. ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നു.
മാസപ്പടി കേസ് തന്നെ 25 തവണ മാറ്റിവെക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ വിചാരണ ബാംഗ്ലൂരിലേക്ക് മാറ്റിവെക്കണമെന്നുള്ള കേസ് 2.5 വർഷക്കാലമായി സുപ്രീം കോടതിയിൽ കിടക്കുന്നു. അപ്പം അന്നൊന്നും ഈ വിഷയത്തിൽ പിണറായി വിജയനെ പിടിക്കാനുള്ള വിഷയത്തിൽ ഒരു താല്പര്യവും കാണിക്കാതിരുന്ന ED ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് വന്ന് ഈ 12 സ്ഥലങ്ങളിലും സമാന്തരമായി റെയ്ഡ് നടത്തണമെങ്കിൽ ഒരു സംശയവും വേണ്ട, പിണറായി വിജയനോടും CPM-നോടുമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം എന്താണ്? ആ മാറ്റം പിണറായി വിജയനെ പിടിക്കണം, പിണറായി വിജയനെ മകളെ പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിണറായി വിജയനെ പിടിക്കണം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മാറി എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കേരളത്തിൽ BJPക്ക് വളരണമെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ BJPയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സമീപനം എന്തായിരുന്നു? കഴിഞ്ഞ ഒരു 8 വർഷക്കാലമായി കോൺഗ്രസിനെ തീർക്കണം. കോൺഗ്രസിനെ തീർത്ത് കഴിയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷമായി മാറും, എന്നിട്ട് പിന്നെ CPM-നെ തീർക്കാം, അങ്ങനെ അധികാരത്തിൽ. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം. പക്ഷേ കോൺഗ്രസ് പിയറിൽ UDF-ൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. കാരണം UDF-ലേക്ക് ഇപ്പോൾ മുഖ്യമായി ന്യൂനപക്ഷ സമുദായം ചെന്ന് ചേർന്ന്, അത് BJPക്ക് വലിയ സ്കോപ്പ് ഇല്ലാത്ത മുസ്ലിം ക്രിസ്ത്യൻ സമുദായം കൂടുതലായിട്ട് UDF-ലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ LDF-നെ അറ്റാക്ക് ചെയ്തെങ്കിൽ അവിടെ അതാണ് ഞാനതിലേക്ക് വരുന്നത്. അപ്പം ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഈ സാധ്യത കേരളത്തിൽ BJPക്ക് ഒരു ഗുണവും ചെയ്യുകയില്ല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന പൊതുപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. കാരണം ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ല. ഹിന്ദുക്കളുടെ പാർട്ടിയാണ് BJP എന്നാണ് അവകാശം. സ്വാഭാവികമായി ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വളരണമെങ്കിൽ. ഇത് BJPക്ക് ബോധ്യമാകാതെ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പച്ച പിടിക്കില്ല എന്ന് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടത് BJPക്ക് ബോധ്യമായത് എങ്ങനെയാണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച 3 മണ്ഡലങ്ങളും CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളാണ്. ചാത്തന്നൂർ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണ്, നേമവും കഴക്കൂട്ടും. മനസ്സിലായി. അപ്പം ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നപ്പോൾ BJPക്ക് എന്ത് മനസ്സിലായി? CPM-ൻ്റെ വോട്ടുകൾ പിടിക്കണം, അല്ലെങ്കിൽ CPM-നെ തകർക്കണം, CPM-നെ ദുർബലപ്പെടുത്തണം. ആ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ തങ്ങൾക്ക് വളരാൻ കഴിയൂ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ വരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ സ്വയം ചോദിക്കാം, അപ്പോൾ CPM-നെ തകർക്കലാണല്ലേ ED ലക്ഷ്യം? ഞാൻ ചോദിക്കുന്നത്, കാരണം വീണ വിജയനെ ആക്രമിച്ച് തകർത്ത് CPM-നെ ഇവിടെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം തീർച്ചയായും CPM പ്രവർത്തകർ പ്രതിരോധിക്കേണ്ടത്. അതല്ലേ ഇന്നലെ കണ്ടത്? ഞാനതിലേക്ക് വരുന്നത്. അപ്പോൾ സ്വയം ചോദിക്കുന്നു, അപ്പോൾ CPM-നെ തകർക്കലാണല്ലേ ലക്ഷ്യം? അപ്പോൾ ED വരുന്നത് CPM-നെ തകർക്കലാണല്ലേ, സർക്കാരാണല്ലേ? അവിടെയുള്ള പ്രശ്നം എന്താ സ്വയമോനെ? CPM-നെ തകർക്കാൻ ED വരുമ്പോഴും CPM-ന് ED-യെ പ്രതിരോധിച്ച് നിൽക്കാം. കുറ്റമൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെ പ്രതിരോധമാണ്. ഒരച്ഛൻ മകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, ഒരച്ഛൻ മകൾക്ക് ഒരു സംരക്ഷണ കവചമൊരുക്കുന്നു. ഈ അച്ഛൻ മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്, CPM-ൻ്റെ സമാരാധ്യനായ നേതാവാണ്. അതുകൊണ്ട് പാർട്ടി അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നു, അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നു. കാരണം പോലീസില്ല, മറ്റ് സംവിധാനങ്ങളില്ല, ഗവൺമെൻറ്റിൽ ഭരണ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, CPM-നെ തകർക്കാനാണ് അവർ വരുന്നത്. അപ്പോൾ സ്വയം പറഞ്ഞ് ഈ പ്രതിരോധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ CPM അടപടലം പൊളിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? പൊളിഞ്ഞു പോകുന്നത് വിജയനും മകളും കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്നുള്ളിടത്താണ്. അത് കോടതിയിൽ തെളിയണ്ടേ? അല്ല, വിജയനും മകളും കള്ളത്തരം കാണിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ ED-ക്ക് ഈ കേസിൽ ഇടപെടാൻ പറ്റി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ED-ക്ക് ഈ കേസിൽ ഇടപെടാൻ പറ്റിയത്? എങ്ങനെയാണ് മാസപ്പടി കേസ് ഉത്ഭവിച്ചത്? മാസപ്പടി കേസ് ഉത്ഭവിച്ചത് ഒരു സേവനവും കൊടുക്കാതെ വീണ കരിമണൽ കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ ഒരു സേവനം കൊടുക്കാതെ വാങ്ങി എന്നുള്ളതിൻ്റെ രേഖകളും കരാറുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റെയ്ഡിൽ കണ്ടുപിടിച്ചതിലൂടെയാണ് ഈ കേസ് ഉത്ഭവിക്കുന്നത്, ആണല്ലോ. അങ്ങനെയുള്ള ഒരു കേസിൽ അപ്പം ED-ക്ക് ഈ കേസിലേക്ക് വരാനുള്ള വാതായനം ആരാ തുറന്നു കൊടുത്തത്? വിജയനും മകളും കൂടെയാണ്. വിജയനും മകളും നടത്തിയിട്ടുള്ള അഴിമതിയിൽ നിന്നാണ് ED മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മാസപ്പടി എന്ന് പറഞ്ഞൊരു കേസ് ഇല്ലായിരുന്നെങ്കിൽ ED-ക്ക് എങ്ങനെ വരാൻ പറ്റുമായിരുന്നു? മനസ്സിലായില്ലേ? മാസപ്പടി എന്ന് പറഞ്ഞൊരു കേസില്ല, സ്വാഭാവികമായും ED-ക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പം മാസപ്പടി കേസിൽ
ഇവർ അഴിമതി നടത്തി എന്നുള്ളതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള തെളിവുകൾ ഉണ്ടാക്കപ്പെട്ടതുകൊണ്ടാണ് ED ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ഒരു ബോർഡുണ്ട്, ഇതൊന്നും കണ്ട് പേടിക്കുന്നവനല്ല പിണറായി വിജയൻ എന്നെഴുതി വെച്ചിട്ടുണ്ട്. സോമൻ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെ എഴുതി വെച്ച വിജയൻ കഴിഞ്ഞ 3 വർഷക്കാലമായി സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിജയൻ ഇപ്പോൾ EDയുടെ മുമ്പിൽ മൂക്കൽ മുട്ടുമുട്ടിച്ച് പിന്നെ നിൽക്കുകയാണ് വിജയനും മകളും കൂടി. ഇന്നലെ ആ റെയ്ഡിന് ശേഷം പുറത്തേക്ക് വന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഒരു ഭാവമുണ്ട്, ഒരു ആക്ഷൻ, മുഷ്ടി ചുരുട്ടി പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇത് ഒരു ഒടുക്കമാണെന്ന് ആരും കരുതേണ്ട എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നുണ്ട്. സോമനെ നമ്മളതൊക്കെ വളരെ ഒന്ന് ആഴത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPMൻ്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവ്, 10 വർഷം മുഖ്യമന്ത്രി, 16 വർഷം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇന്ത്യയിലെ തന്നെ CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് ആണല്ലോ. ആ നേതാവിൻ്റെ വീട്ടിൽ, ആ നേതാവിൻ്റെ മരുമകൻ്റെ വീട്ടിൽ, ആ നേതാവിൻ്റെ തറവാട്ട് വീട്ടിൽ ഉൾപ്പെടെ ഒരു കേന്ദ്ര ഏജൻസി വന്ന് റെയ്ഡിന് എത്തുന്നു. മണിക്കൂറുകളോളം അച്ഛനെയും മകളെയും ചോദ്യം ചെയ്യും, 7-8 മണിക്കൂർ മൊഴിയെടുക്കും. അല്ല, അങ്ങനെ ഒരു വീട്ടുതടങ്കലിലാക്കി ചോദ്യം ചെയ്യപ്പെടാൻ മാത്രം കുറ്റവാളിയാണോ പിണറായി? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയൊന്ന് സംഭവിച്ചാൽ കേരളം കത്തണ്ടേ സോമനെ? കത്തിയല്ലോ ഇന്നലെ തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. അതായത് കേന്ദ്ര ഉദ്യോഗസ്ഥർ അല്പജീവനുമായിട്ടാണ് ഓടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. 3 വാഹനങ്ങൾ തകർത്തു. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അതിൽ ഏറ്റവും തെക്കുള്ള ജില്ല തിരുവനന്തപുരം, വടക്കുള്ള ജില്ല കണ്ണൂർ. കണ്ണൂരിലും ഒരു റെയ്ഡ് നടന്നു, ഒരു പരിശോധന നടന്നു, ഒരു ഈച്ച പോലും അനങ്ങിയില്ല. ഏത് ഞാൻ പറഞ്ഞത് ഇപ്പം കണ്ണൂരെന്ന് പറഞ്ഞ, ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ വിട്, കണ്ണൂരെന്ന് പറഞ്ഞ ജില്ലയിൽ CPMൻ്റെ ഏറ്റവും പരമോന്നത നേതാവിൻ്റെ വീട്ടിൽ മണിക്കൂറുകളോളം റെയ്ഡ് നടക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെങ്കിലും ഒരു 10,000 പേര് പങ്കെടുക്കുന്ന ഒരു പ്രകടനം നടക്കണ്ടേ? ഒന്നും കിട്ടിയില്ലെന്ന് എഴുതി കൊടുത്ത് അവർ രക്ഷപ്പെടില്ല. ഞാൻ പറഞ്ഞത് അത് ശരി, പക്ഷെ റെയ്ഡ് നടന്നു. കോഴിക്കോട് റെയ്ഡ് നടന്നു, തിരുവനന്തപുരത്ത് റെയ്ഡ് നടന്നു. ഈ 3 സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു 10-300 പേര് കൂടി. ആരായിരുന്നു ഈ 10-300 പേർ? 10-300 പേർ എന്ന് പറയുന്നത് പാർട്ടി അണികളായിരുന്നോ? അത് പച്ചയ്ക്ക് ഈ കല്ലും പിന്നെ കട്ടയും ചുടുകട്ടയും പിന്നെ വടിയും കുറുവടിയും ചീമുട്ടയുമായി വന്ന 300 പേരായിരുന്നോ? അതോ CPMൻ്റെ ഗുണ്ടകളായിരുന്നോ? നമ്മളെല്ലാവരും അത് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. കുറേ CPMൻ്റെ ഗുണ്ടകൾ വന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാറിൻ്റെ ചില്ലും എല്ലാം അടിച്ച് പൊളിച്ചു എന്നുള്ളതല്ലാതെ എവിടെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPMൻ്റെ പരമോന്നത നേതാവിനെതിരെ ED നടത്തിയ കടന്നാക്രമണത്തിൽ ഞാനിപ്പോൾ ആധികാരികമായി മനസ്സിലാക്കിയത് ആഭ്യന്തര വകുപ്പിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് സ്വയം പറഞ്ഞാൽ വിശ്വസിക്കില്ല, സംസ്ഥാനത്താകെ 10 സ്ഥലങ്ങളിലാണ് പിന്നെ പ്രതിഷേധം ഉണ്ടായെന്ന് കേട്ടോ. ഇതാണോ നടക്കേണ്ടത്? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഈ ഗിമ്മിക്ക് കൊണ്ടൊന്നും പാർട്ടി അണികളുടെ ബോധം, പാർട്ടി അണി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പിണറായി വിജയനെ കുറിച്ചിട്ടാണ്. ആ പാർട്ടി അണികൾക്കുള്ള ബോധത്തിൽ തരിമ്പ് പോലും മാറ്റം വന്നിട്ടില്ല എന്നും അച്ഛനും മകളും കൊടിയ അഴിമതിക്കാരാണ് എന്ന് പാർട്ടി അണികൾ വിശ്വസിക്കുന്നു എന്നതുമല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാവേണ്ടത്? ഇവിടെ മറ്റൊരു നറേറ്റീവ് കൂടി നിൽപ്പുണ്ട്. കാരണം കേരളത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഏരിയ കമ്മിറ്റികളിലൊക്കെ പിണറായി വിജയനെ എടുത്തൊടുത്ത് നിശ്ചിത വിമർശനങ്ങൾ കത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ED റെയ്ഡും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമൊക്കെ പിണറായി വിജയന് വലിയ മൈലേജ് ഉണ്ടാക്കുന്ന, പാർട്ടിയിൽ പഴയ ഗ്രിപ്പ് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന, പിണറായി വിജയൻ ഒരു പുതിയ തരംഗത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. അപ്പോൾ ഇത് പിണറായി വിജയൻ കൂടി അറിഞ്ഞു തന്നെ ആയിരിക്കും റെയ്ഡ് നടന്നതെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പോൾ ആ നെറേറ്റീവിനൊന്നും തലക്കളിന്നില്ല, അതൊക്കെ നിന്നോട്ടെ സ്വയമാണ്. പക്ഷേ അതൊക്കെ എത്ര നിലനിന്നു എന്ന് പറഞ്ഞാലും, എത്ര തവണ സോപ്പിട്ട് പിണറായി വിജയനെ കുളിപ്പിച്ചെന്ന് പറഞ്ഞാലും പിണറായി വിജയനെ വെളുപ്പിച്ചെടുക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്നും പിണറായി വിജയൻ ധാർഷ്ട്യത്തിൻ്റെ ആൾരൂപമാണെന്നും ഒക്കെ ഉള്ള ചിന്ത കേരളത്തിലെ പാർട്ടി അണികളിൽ രൂഢമൂലമാണ്.
പിണറായി വിജയനും മകളും അഴിമതിക്കാരാണ് എന്ന് ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ CPM-ൻ്റെ അണികൾ വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ എത്രത്തോളം ഈ പാർട്ടി താങ്ങി നടക്കുന്നോ അത്രത്തോളം ഈ പാർട്ടി പാതാള കുഴിയിലേക്ക് വീഴുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഇനിയും ഞെട്ടിക്കുന്ന തെളിവുകൾ വരാൻ പോവുകയാണ്. പിണറായി വിജയനെതിരായി. അതിൻ്റെ കാരണം എന്താണെന്നറിയോ സൈമാൻ, ഈ 1,72 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി എന്തിനാണ് രൂപീകരിക്കപ്പെട്ടത്? നമ്മൾ അവിടെ ഉള്ള കാര്യം ഒന്ന് വിശദമായി പരിശോധിക്കണം. ഇത് 2015-ലോ 2016-ലോ മറ്റാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി രൂപീകരിക്കുന്നത്. ഈ കമ്പനി രൂപീകരിക്കാനായിട്ടുള്ള എല്ലാ ഗ്രൗണ്ട് വർക്കും ചെയ്തു കൊടുക്കുന്ന ആൾ M. ശിവശങ്കരനാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ എക്സാലോജിക് കമ്പനി എന്ന് പറയുന്നത് ഒരു ഷെൽ കമ്പനിയാണ്, ഒരു മറ മാത്രമാണ്, ഒരു മറ. ആ കമ്പനിക്ക് സാങ്കേതിക വൈദഗ്ധ്യമോ ഈ സാധനങ്ങളൊന്നുമില്ല. ചില വില കുറഞ്ഞ സോഫ്റ്റ്വെയറുകൾ അവിടെ ഇവിടെയൊക്കെ സ്കൂളുകൾക്കൊക്കെ കൊടുക്കാൻ മാത്രം കെൽപ്പുള്ള കുറച്ച് 10, 25, 30 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് എക്സാലോജിക് കമ്പനി. എന്തിനാ 30 പേർ എന്നാ പറയും. ആ എക്സാലോജിക് കമ്പനി എന്തിനാണ് രൂപീകരിച്ചെന്നറിയാമോ സൈമാൻ? ആ എക്സാലോജിക് കമ്പനി രൂപീകരിച്ചത് വീണയുടെ അച്ഛൻ വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികളും നിക്ഷിപ്ത താല്പര്യക്കാരും കമ്പനിക്കാർക്കും ഒക്കെ നിയമവിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമല്ലോ. ആ ചെയ്തു കൊടുക്കുന്നതിൽ 1% തൻ്റെ മകളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം മാത്രമാണ് എക്സാലോജിക്. പിണറായി വിജയൻ്റെ മകൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഈ രാജ്യത്ത് നിയമം അനുവദിക്കുന്നുണ്ടല്ലോ. അല്ല സോയ്മാനെ, അതുണ്ട് സോയ്മാനെ. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇത് സ്റ്റാർട്ടപ്പ് അല്ല ശരിക്ക്. ഇത് അച്ഛൻ നടത്തുന്ന അഴിമതിയിൽ ഒരു പങ്ക് മകൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയത്. അച്ഛൻ 100 കോടി രൂപ അഴിമതി നടത്തുന്ന വിചാരിക്കുക, 10 കോടി രൂപ ഇതിനകത്തേക്ക് വരും. അങ്ങനെയാണ് ഈ അച്ഛനെ ഇത്രയും കാലം ഇട്ട് പേടിപ്പിക്കുന്നതല്ലാതെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനോ അച്ഛനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനോ ശ്രമിക്കുന്നില്ലല്ലോ. മകളെ പിടിക്കാൻ നടക്കുക. അതാണല്ലോ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മകളെ പിടിക്കുന്നത് അച്ഛനിലേക്ക് പോകാനാണല്ലോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് എമിഗ്രേഷൻ കമ്പനികളുണ്ട്. ആ എമിഗ്രേഷൻ കമ്പനികളെയൊക്കെ സ്വാധീനത്തിൽപ്പെടുത്തി ഇതിനകത്തേക്ക് പൈസ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ തറവേലകളും നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ലോകനാഥ് ബെഹ്റ എന്നുള്ളൊരു വിവരം കഴിഞ്ഞ ദിവസം ഒരു ഉന്നതൻ എന്നോട് പറഞ്ഞു. നമുക്കറിയില്ല കേട്ടോ അതേക്കുറിച്ച്. അല്ല, ഞാനാണല്ലോ പറയുന്നത്, ഞാൻ സഹിച്ചോളാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നടത്തുന്ന, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ സോമനെ, ഈ എക്സാലോജി എന്ന് പറഞ്ഞ കമ്പനി എന്തിനാണ് ഗൾഫിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഗൾഫിൽ രജിസ്റ്റർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി നടത്തുന്ന അഴിമതിയുടെ ഷെയർ ഗൾഫിലുള്ള എക്സാലോജി കമ്പനിയിലേക്ക് പോകണം. അതിനാണ് പച്ച മലയാളത്തിൽ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത്. അതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ അത് വരുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഇതുപോലെ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ വലിയ തോതിലുള്ള പണമിടപാടുകളാണെന്നും അത് 50-നും 100 കോടി രൂപയ്ക്കിടയിലുള്ള ഇടപാടുകൾ ഈ നിലയിൽ നടന്നിട്ടുണ്ടെന്നും അതിൽ നല്ല പങ്കും ഗൾഫിലുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് പോയിരിക്കുന്നതും ഉള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടിക്കത് കിട്ടിയിട്ടുണ്ടാകുമല്ലോ. സോയ്മൻ, അത് 100%. ഇപ്പം ഇന്ന് ഞാൻ കേട്ടൊരു പുതിയ വിവരം എന്ന് പറഞ്ഞാൽ ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ. ആ കഥാപാത്രം ഇവരുമായിട്ട് ഭയങ്കര ബന്ധമാണെന്നാണ്. അത് പിണറായി വിജയൻ്റെ സുഹൃത്ത് ആണല്ലോ. പിണറായി വിജയൻ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്ത കാര്യം. അപ്പം ഫാരിസ് അബൂബക്കർ ഇവർക്ക് അനുകൂലമായിട്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് ഇപ്പോൾ കേരയിൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ഫാരിസ് അബൂബക്കറിൻ്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം മെച്ചപ്പെടുത്താനാണെന്നാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. അതായത് കേരളിൻ്റെ പ്രധാനപ്പെട്ട അലൈൻമെൻറ്റ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇയാൾ സ്ഥലം മേടിച്ച് കൂട്ടും. അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ ഡിയുടെ ഈ റെയ്ഡ് അനുബന്ധ വിഷയങ്ങളിലേക്ക് മാത്രം വരും. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ആ ഫാരിസ് അബൂബക്കർ വലിയ തോതിൽ എക്സാലോജിക് കമ്പനിക്ക് പണമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ആധികാരികമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ഇവരുടെ ഈ ചാറ്റുകൾ, ഇമെയിലുകൾ ഇതൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൈവശമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഫാരിസ് അബൂബക്കറും വീണ വിജയനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും ഗൾഫിലുമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് അച്ഛനും ഇടപെടാതിരിക്കാൻ പറ്റുമല്ലോ. PV എന്ന് പറഞ്ഞ പേരെന്തായാലും ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇപ്പോൾ അവരുടെ കിട്ടിയിരിക്കുന്ന തെളിവുകൾ വെച്ച് അവർക്ക് അച്ഛനെയും മകളെയും പിടിക്കാം എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു. അവർ പിടിക്കും എന്നുള്ളത് 100% ശരിയാണെന്നുള്ളൊരു തെളിവാണ് കോടതി വിധി വന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം ഈ പണി ചെയ്തു. അതായത് അപ്പീലിന് പോലും പോകാൻ അവസരം നൽകാതെ കടന്നാക്രമണം നടത്തി. ഈ കടന്നാക്രമണത്തിൽ അച്ഛനും മകൾക്ക് ഏറ്റവും കൂടുതൽ പാരയായിട്ട് വരാൻ പോകുന്നത് എന്താണ്? ഇവിടെ നടന്ന ആക്രമണമാണ്. അല്ല, ആക്രമണത്തിൽ ഇപ്പം മറ്റൊരു തലം കൂടി തെളിയുന്നു. 300ഓളം പേരെ പ്രതി ചേർക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു എന്നാണ് അറിയുന്നത്. ലോക്ഭവൻ ഓരോ മണിക്കൂറിലും DGPയോട് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ തേടുന്നു. ആഭ്യന്തരമന്ത്രി DGPയെ വിളിപ്പിച്ച് വരുത്തി വിശദാംശം തേടി. ഇപ്പോൾ 300 പേരെയും കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അപ്പോൾ ഇനി വീണ വിജയൻ അറസ്റ്റിലായാൽ ഒരു പ്രതിരോധം തീർക്കാൻ പാർട്ടി പ്രവർത്തകർ ഭയപ്പെടുമോ? അല്ല, അത് 100% ആണല്ലോ. കാരണം ഈ ഒരു ഇപ്പം തന്നെ സോയ്മനെ ഞാൻ പറഞ്ഞ കയ്യും കാലും കെട്ടിയിട്ട് അടിക്കുന്നതിന് തുല്യം. ആഭ്യന്തര വകുപ്പിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ സംഘടിതമായി പ്രതിഷേധം നടന്നത് 10 സ്ഥലങ്ങളിൽ മാത്രമാണെന്നാണ് പറയുന്നത്. ഒരു പാർട്ടിയുടെ 10 വർഷത്തെ മുഖ്യമന്ത്രിയെയും 16 വർഷത്തെ സംസ്ഥാന സെക്രട്ടറിയെയും ഏതാണ്ട് 8 മണിക്കൂറോളം ഒരു കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്തിട്ട് ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ട് 10 സ്ഥലങ്ങളിലാണ് പ്രതിഷേധം നടന്നിട്ടുള്ളത്. അപ്പം ഇനി ഇതുപോലൊരു സ്വയം പറഞ്ഞുകൊണ്ട് 300 പേരുടെ നടപടിയും കൂടെ വന്നാൽ ഒരു സംശയവും വേണ്ട, ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ ഇറങ്ങില്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അധികാരമില്ല. അപ്പം അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ സ്ഥലങ്ങളിൽ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അധികാരം കൂടി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇറങ്ങിയ കേസ് വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ED ഇറങ്ങി CPMനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും EDക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്, EDക്ക് വാതിൽ തുറന്നു കൊടുത്തത് അഴിമതി അച്ഛനും മകളും നടത്തിയുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ കിടന്ന ജയിലുണ്ടല്ലോ, പരപ്പന ജയിൽ, ആ ജയിലിൽ തന്നെ മകൾക്കും ഒരു മുറി അല്ല ബാംഗ്ലൂരിൽ എന്നുള്ള നിലയിൽ ബാംഗ്ലൂരിലേക്ക് പിന്നെ എക്സാലോജിക്കിൻ്റെ ഓഫീസ് ആദ്യം AK സെൻ്ററായിരുന്നു. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇനി വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താ ഒരു സാധ്യത ഒരുപക്ഷെ ബിനീഷ് ആഗ്രഹിക്കുന്നുണ്ടാവാം. അന്ന് കോടിയേരിയുടെ മകനായി പോയി. അല്ല, അത് കോടിയേരിയുടെ മകൻ്റെ വിഷയം നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ വേറൊരു കാര്യം നമ്മൾ കാണണം എന്താണെന്നറിയാം. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവരുടെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ വാർത്ത വരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സംഘം ചേർന്ന് ആസൂത്രിതമായി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ്. സാധാരണ ഭീകരാക്രമണങ്ങളെയാണ് UAPA ചുമത്തി കടുത്ത വകുപ്പിട്ട് കേസെടുക്കുന്നത്. ഇത് ദേശവിരുദ്ധ നടപടിയാണ് എന്ന തലത്തിൽ ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. CBI അന്വേഷണം ഏറ്റെടുത്തേക്കാം. CBI പ്രാഥമികമായി ദേശവിരുദ്ധം എന്ന് ഒരു വകുപ്പ് UAPA ചുമത്തുപോയി ഈ കേസിൽ. അപകടകരമായൊരു സുമനെ ഞാൻ പറഞ്ഞത് ഇത് UAPA ചുമത്താനുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട്. UAPA CBI ചുമത്തിയാൽ അതിനോട് കോടതി എന്ത് സമീപനം എടുക്കുന്നതനുസരിച്ചിരിക്കും. ഇതിനുണ്ട് NIA വരേണ്ടി വരും. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ, ഈ ആക്രമം കംപ്ലീറ്റ് പിന്നെ വിഷ്വലിലുണ്ട്, ദൃശ്യങ്ങളിലുണ്ട്. ആ ദൃശ്യം നമ്മൾ കാണുന്നത് പോലെ തന്നെ ന്യായാധിപന്മാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവന്മാർക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് CBIയിലേക്ക് ഇത് പോവുകയും CBI UAPA ചുമത്തുകയും കോടതി അതിനെ എതിർക്കാതിരിക്കുകയും കൂടെ ചെയ്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്? യഥാർത്ഥത്തിൽ ഈ UDF ഗവൺമെൻറ് അതുപോലെ ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ പിണറായി വിജയന് പോലും ഇതിനകത്ത് പ്രതിയാവാം. കാരണം പിണറായി വിജയൻ വന്നിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് നമുക്കൊരുമിച്ച് പോരാടാം. അപ്പോൾ അയാൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്തെന്ന് വന്നുകൂടെ? പിന്നെ ജോൺ ബ്രിട്ടാസില്ലേ, ശിവൻകുട്ടിയില്ലേ, VK പ്രശാന്തില്ലേ, V ജോയി ഇല്ലേ, ആനാവൂർ നാഗപ്പനില്ലേ, ഇവർക്കെല്ലാം കടകംപള്ളി സുരേന്ദ്രനില്ലേ, ഇവർക്കെല്ലാവർക്കും എതിരെ നാളെ CBI അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു UAPA ചുമത്തുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ പുറം ലോകം കാണാത്ത സ്ഥിതിയിലേക്ക് പിന്നെ കാര്യങ്ങൾ പോകും. CPM കത്തും. CPM കത്തും.
CPM കത്തി പോവാം, അത് കറക്റ്റാണ്. പക്ഷേ അണികളനങ്ങില്ല. കാരണം 6 പേർക്കെതിരെ UIP കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അണികളെവിടെ അനങ്ങുന്നത്? അപ്പോൾ അന്തിമമായി 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, മകൾ മിക്കവാറും പരപ്പനഹാര അഗ്രഹാര ജയിലിൽ ചെന്ന് അവസാനിക്കും. 2, സ്വയമം പറഞ്ഞ പോലെ CPM കത്തുകയല്ല, കത്തിത്തീരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.